ഹായ്. അപ്പോൾ SLC റിസൾട്ട് വന്നിരിക്കുകയാണ്. ജയിച്ചവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ തോറ്റവർ വിഷമിക്കേണ്ട, അതായത് മാർക്ക് കുറഞ്ഞവർ വിഷമിക്കേണ്ട, അവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കാര്യം ഇനിയാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള മുന്നോട്ടം പോകാൻ പോകുന്നത്. ഒരുപാട് പേര് അവരെ വഴക്ക് പറയില്ല, പാരൻസ് അവരെ വഴക്ക് പറഞ്ഞു, മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഒരുപാട് പേര് മരിക്കുന്ന നേരത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, സങ്കടപ്പെടുന്ന കാര്യം ഉണ്ടായിരുന്നു. ഇനിയാണ് നിങ്ങളുടെ ഇത് വരാൻ പോകുന്നത്. ഞാൻ പറയുന്ന എൻ്റെ ജീവിതത്തിലുള്ള കാര്യം ഞാൻ പറയട്ടെ. ഞാൻ SLCക്ക് എനിക്ക് സെക്കൻഡ് ടൈമിൽ 87 മാർക്കുകളായിരുന്നു 600-ൽ. അതായത് സ്കൂളിലേക്ക് ഏറ്റവും ലാസ്റ്റത്തെ 5 പേരിൽ ഒരാൾ ഞാനായിരുന്നു. ഏറ്റവും മാർക്ക് കുറവുള്ളത് 635 മാർക്ക് വാങ്ങിയ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ KCBയിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഞാൻ വലിയൊരു സംഭവമായിട്ട് പറയണല്ലോ. പിന്നെ ലാസ്റ്റ് ടൈമിലെ പരീക്ഷയ്ക്ക് SLC പാസ്സായത് 212 മാർക്ക് വാങ്ങി ഞാൻ പാസ്സായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് SLC കോപ്പി അടിക്കാനായിട്ട് കാണിച്ചു തന്നു. അവൻ പറഞ്ഞു തന്നുകൊണ്ടിട്ട് ഞാൻ പാസ്സായതാണ്. അത് ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനിപ്പോഴും ഗുണന പട്ടിക 9ൻ്റെ എനിക്കറിയില്ല. അതിന് സൊല്യൂഷനുണ്ട്. കാൽക്കുലേറ്റർ വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റർ അടിച്ച് നമുക്ക് നോക്കാൻ പറ്റും. ഞാൻ കച്ചവടം ചെയ്യുന്ന കാൽക്കുലേറ്റർ അടിച്ച് നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ സൈൻ തീറ്റ, കോസ് തീറ്റ, അതുപോലെ തന്നെ A² - B², അതിലൊന്നും ഇപ്പോഴും ഒരു ഇത് വന്നിട്ടില്ല. അതായത് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യം വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം നോക്കുക. ഞാനിപ്പോൾ വന്നതെന്ന് പറയുന്നത് ഞാൻ വലിയ സംഭവമല്ല. എൻ്റെ കൂടെ ഇപ്പോൾ ഒരു 200ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു 20 വർഷമായി. ഞാനിപ്പോൾ ഗൾഫിലായിരുന്നു നേരത്തെ. അതിനുശേഷം നാട്ടിൽ പോയിട്ട് കച്ചവടം തുടങ്ങി. ഇപ്പോൾ ഗൾഫിലും നാട്ടിലും കച്ചവടമുണ്ട്. ഇപ്പോൾ നാട്ടിലുള്ള എൻ്റെ ടേൺ ഓവർ, ഞാനപ്പോൾ അതുകൂടി പറയുക, ഞാൻ വലിയ സംഭവമല്ല, എൻ്റെ രീതിയിലുള്ളത് 300 കോടിയോളം കഴിഞ്ഞ വർഷത്തെ എൻ്റെ ടേൺ ഓവർ ഉണ്ട് കേട്ടോ. ഞാൻ ചിലവർ ഇത് പറയുമ്പോൾ പറയും ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഞാനതിൽ ടാക്സ് അടച്ച വ്യക്തിയാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയുന്നത്. 7 കോടി അടുപ്പിച്ച് അങ്ങനെ ടാക്സ് അടച്ചിട്ടുള്ളതാണ്. GST, ഇൻകം ടാക്സ് ഉൾപ്പെടെ 7 കോടി അടുപ്പിച്ച് അങ്ങനെ ടാക്സ് അടച്ച വ്യക്തിയാണ് കഴിഞ്ഞ വർഷത്തുള്ള. അപ്പോൾ എനിക്കിപ്പോൾ 200ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും വലിയൊരു സംഭവമല്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതത്തിലെ അനുഭവം ഉണ്ടോ ഞാൻ പറയുന്നത്. നിങ്ങളൊരു ഡോക്ടറാകണം, ഇതിനൊക്കെ വേണ്ട SLC പാസ്സാകേണ്ടി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ വലിയ വീടുള്ളവർ, നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ വീട് വെച്ചവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. SLC പാസ്സാകാത്തവരായിരിക്കും. ഏറ്റവും വലിയ കാറുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. SLC പാസ്സാകാത്തവരായിരിക്കും. അതുപോലെ ഞാനിപ്പോൾ ഉള്ള ഗൾഫിലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഒരുപാട് കമ്പനികളൊക്കെ അറിയാവുന്നതാണ്. മിക്ക കമ്പനി, ഇപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയുടെ മാനേജർ SLC പാസ്സാകാത്തവരായിരുന്നു. ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ 2002-ൽ വന്നപ്പോൾ ഉള്ള കമ്പനിയിൽ ഫസ്റ്റ് വർക്ക് ചെയ്ത ആൾ SLC പാസ്സാകാത്തവരായിരുന്നു. അപ്പോൾ SLC എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇതായിട്ടല്ല. ഇവിടെയുള്ള മിക്ക കമ്പനിയുടെ മാനേജർമാരും SLC പാസ്സാകാത്തവരാണ്. അവരുടെ കഴിവുകൊണ്ട് കയറിയേക്കുന്ന വ്യക്തികളാണ്. അപ്പം നിങ്ങളുടെ കഴിവാണ് നിങ്ങൾ പുറത്തെടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കഴിവുണ്ടാവും. അപ്പോൾ എനിക്ക് A+, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവാണ്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് A+ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ കഴിവുകൊണ്ട് നമ്മൾ വന്നതാണ്. നമ്മൾ ഗൾഫിൽ വന്ന് അതുപോലെ തന്നെ കച്ചവടം ചെയ്ത് അതുപോലെ തന്നെ കഴിവുകൊണ്ട് വരിക. നമ്മളവരുടെ കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനി പുറത്തെടുക്കുക. അതേ ഉള്ളൂ. നിങ്ങൾ ഡള്ളായിട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ്, ഞാൻ പറയുന്നത് ലാംഗ്വേജ് അറിഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് അതിൻ്റെ ഒരു കുറവുണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷ് എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ടില്ല. ഹിന്ദി കുറച്ചറിയാം, അറബി കുറച്ചറിയാം. ആ ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ലാംഗ്വേജ് പറഞ്ഞാൽ മതി നിങ്ങൾക്ക്. ഞാനിത് എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ വല്ല മോട്ടിവേഷൻ സ്പീക്കറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിലുള്ളതല്ല. ബുക്ക് വായിച്ചിട്ട് രാവിലെ ഒന്ന് മേക്കിൻ്റെ ഉപയോഗിച്ചിട്ട് പറയലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക അനുഭവിച്ചു വന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ പറയണ്ട, ലാംഗ്വേജ് കുറച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ചിലവർക്ക് ഇത് ഡോക്ടറാണോ അല്ല പഠിച്ച കാരണമായിരിക്കും അതുണ്ട്. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. SLC പാസ്സായത് കൊണ്ടിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ലെന്ന്. ഇനിയും സമയമുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ബൈ.